ഭീഷ്മർ സർവ്വസൈന്യാധിപനാകണം എന്ന ആവശ്യവുമായി ദുര്യോധനൻ അദ്ദേഹത്തെ സമീപിക്കുന്നു. ദുര്യോധനൻ്റെ ആവശ്യം കേട്ട ഭീഷ്മർ പറഞ്ഞു, ദുര്യോധന, എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് പാണ്ഡവരും. എങ്കിലും നിനക്ക് വേണ്ടി യുദ്ധത്തിൽ പൊരുതാം എന്നു തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നോട് എതിർത്ത് നിൽക്കുവാൻ കഴിവുള്ള ഒരാൾ ഈ ഭൂമിയിൽ അർജുനൻ മാത്രമേ ഉള്ളൂ. ദിവ്യാസ്ത്രങ്ങളെല്ലാം അറിയുന്ന അവനെയും പാണ്ഡവരെയും നശിപ്പിക്കുവാൻ എനിക്ക് വയ്യ. മറ്റു യോദ്ധാക്കളെയൊക്കെ ഞാൻ നശിപ്പിക്കാം. കർണൻ സേനാധിപനാകുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് കർണനെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുന്നതല്ലേ നല്ലത്? കർണനോട് ഈ അഭിപ്രായം ദുര്യോധനൻ പറഞ്ഞു. പക്ഷേ കർണൻ്റെ മറുപടി ഇതായിരുന്നു, ഭീഷ്മർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പൊരുതുന്നതല്ല. അതുമാത്രമല്ല, സേനാനായകനാകുവാനും ഞാനിപ്പോൾ ഒരുക്കമല്ല. ഭീഷ്മർ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിനുശേഷം ഞാൻ അർജുനനുമായി പൊരുതാം. അങ്ങനെ ഭീഷ്മർ സർവ്വസൈന്യാധിപനാകുവാൻ ഒടുവിൽ സമ്മതിക്കുന്നു. ദുര്യോധനൻ ഏറെ ആത്മവിശ്വാസത്തോടുകൂടി ആ മഹായുദ്ധത്തിലേക്ക് മെല്ലെ നീങ്ങുന്നു.